നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ക്യൂസവൻ മോഡലിംഗ് കമ്പനിയുടെ അടുത്തൊരു ഡിഷായിട്ടാണ്. നമ്മുടെ ഓണത്തിനൊക്കെ സദ്യയിലൊക്കെ വിളമ്പുമ്പോൾ നല്ലൊരു സ്പെഷ്യലായിട്ട് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഡിഷായിട്ടാണ്. എന്താ സാധനം എന്ന് പറയട്ടെ, നമ്മുടെ പൈനാപ്പിൾ പച്ചടി. അതൊരു അടിപൊളി രീതിയിൽ ഒന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പരിചയപ്പെടുത്തുക. നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചോളാം. ജസ്റ്റ് വെളിച്ചെണ്ണ കൂടി വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം. അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം കേട്ടോ. ആദ്യം തന്നെ ഇത് കട്ട് ചെയ്തു കേട്ടോ. ആപ്പിൾ ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയൊരു മുളകിന്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു 2 3 മുളക് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടാം കേട്ടോ. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് കറിവേപ്പിലാണ്. പിന്നെ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഇഞ്ചി ചെറിയ കഷ്ണമായിട്ട് മുറിച്ചിടാം. കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാം. നമ്മുടെ പൈനാപ്പിളൊക്കെ ഒന്ന് വെന്ത് വരണ്ടേ, അതുവേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് വേവാനായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അത് കേട്ടോ, ഇത് നിങ്ങൾക്ക് മഞ്ഞ കളർ വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മഞ്ഞപ്പൊടിയുടെ ആവശ്യമില്ല കേട്ടോ. ചെറിയൊരു മഞ്ഞ കളറിന് വേണ്ടിയിട്ടാണ് ഇത്. എന്തായാലും പൈനാപ്പിളിന്റെ പച്ചടി അല്ലേ, അപ്പൊ മഞ്ഞ കളറാകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവണം. ഹായ്, ഞാൻ അത്തമ്പത്തി രുചിയിൽ കുക്ക് ചെയ്തോണ്ടിരിക്കായിരുന്നേ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നിങ്ങളോട് പെട്ടെന്നൊരു കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് പോയി കുക്ക് ചെയ്യാന്ന്. നമ്മുടെ ക്യൂസവൻ മോഡലിംഗ് കമ്പനി ഒരുക്കുന്ന അത്തമ്പത്തി രുചിയിൽ കമന്റ് ഇട്ടോളൂ കേട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് സമ്മാനം ഉണ്ടാവും. അതും 1-2 സമ്മാനമല്ല, 1 ലക്ഷം രൂപ വരെ വില മതിക്കുന്ന സമ്മാനങ്ങളാണ്. നമുക്ക് മധുരത്തിന് വേണ്ടി കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ മധുരം നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഒത്തിരി മധുരം വേണ്ട ആളുകൾക്ക്. എന്തായാലും പൈനാപ്പിളിന് ഒരു മധുരം ഉണ്ടാവും. അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ. ഇനി നമുക്കിതിൽ വെള്ളം വറ്റാൻ വേണ്ടി കുറച്ച് നേരം തുറന്ന് വെച്ച് വേവിക്കാം കേട്ടോ. നമ്മുടെ പൈനാപ്പിൾ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്ത തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. അപ്പൊ നമ്മുടെ ഈ അരപ്പൊന്നാകെ തിളച്ച് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് തിളങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് 1 മിനിറ്റ് നമ്മൾ ചൂടാറാൻ വെക്കണം. എന്നാലും നമുക്ക് ഇതിൽ തൈര് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് തൈര് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം പുളിയുള്ള തൈര് എടുക്കണേ. ഇനി നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. തൈരിന്റെ പുളിയൊക്കെ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനേ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവേ. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.